നമ്മളുണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റ് ഗ്രേവി എല്ലാം പിടിച്ച് നൈസായിട്ട് നമുക്ക് അപ്പോൾ കൊഞ്ച് റോസ്റ്റിനായിട്ട് ഞാനിവിടെ 600 ഗ്രാം കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തലയും കൂടി ചേർത്താണ് എടുത്തത്. നമുക്കിനി ഇത് വറക്കാനായിട്ടുള്ള മസാല റെഡിയാക്കിയാലോ? അതിനൊരു പാത്രത്തിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. അതും കാശ്മീരി തന്നെ ആവണം, അപ്പോൾ കളർ ഉണ്ടാവും. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കിവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനത് വിനാഗിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വിനാഗിരി 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലേശം 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് നന്നായിട്ട് സെറ്റാവും. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഇവിടെ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് കുഴമ്പ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച കൊഞ്ചും കൂടി ഇതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് ഇവന്മാരെ അങ്ങോട്ട് പെരട്ടി അങ്ങ് മാറ്റി വെക്കണം. ഒരു ദാക്ഷിണ്യം കാണിക്കണം, നന്നായിട്ട് പെരട്ടിക്കണം. പക്ഷെ ഒന്ന് സൂക്ഷിക്കണം, ഈ തലയുടെയും കൈയുടെയും അതിൻ്റെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കുത്തിക്കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇവന്മാരെ നമ്മൾ നെരുക്കിയെടുക്കാൻ. അങ്ങനെ ഇവന്മാർ പെരണ്ട് നല്ല സെറ്റായിട്ട് 1 മണിക്കൂറെങ്കിലും ഇവന്മാരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ 1.5 മണിക്കൂറിന് മേലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവന്മാരെ വറുത്തെടുക്കാം. വറക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ എന്ത് വേണേലും ചെയ്യാം. പിന്നെ ഒരുപാട് എണ്ണ ഒഴിച്ച് അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ട, അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞു വന്നാൽ മതി. കാരണം ഇത് ഓൾറെഡി ഒന്നും കൂടി ഗ്രേവിയിലിട്ട് നമ്മൾ വേവിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈർക്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ വളയാതെ നേരെ നിൽക്കും. ബാംഗ്ലൂർ എവിടെ ഈർക്കിൽ കിട്ടാനാണ്? അപ്പം നമ്മൾ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ അത്യാവശ്യം നമ്മുടെ കൊഞ്ചൊക്കെ ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മറച്ചിടുക. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റുക കൊഞ്ചിന് നല്ല നെയ്യുണ്ട്, നെയ്യൊക്കെ കൊഞ്ചിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് തല വേണ്ടെങ്കിൽ തല മാറ്റി വെക്കാം കേട്ടോ. എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ്. തലയിലെ ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റാണ്. അത് കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് എന്നാന്ന്. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൊഞ്ചൂട്ടന്മാരെല്ലാം നന്നാ അത്യാവശ്യം കുറച്ച് വെന്തും നല്ല മുരിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവന്മാരെ അങ്ങോട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്ത് നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. പാനിൽ ഓൾറെഡി വറുത്ത ചെമ്മീൻ്റെ ഓയിലുണ്ട്. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റി വെക്കാം. ഇവിടെ 15 ചെറിയുള്ളി ഞാൻ അരിഞ്ഞു വെച്ചതും ഒരു ചെറിയ മീഡിയം സൈസ് സബോളയും പിന്നെ എരിവ് അധികമില്ലാത്ത ഒരു 4 പച്ചമുളകും കൂടി ചേർത്താണ് ഞാൻ വഴട്ടുന്നത്. നിങ്ങൾക്കിത് തനിയെ വഴട്ടാം. പക്ഷേ എനിക്ക് സമയം വേഗത്തിലാക്കാൻ വേണ്ടി ഞാൻ ഇത് ഒരുമിച്ചിട്ട് വഴട്ടുന്നതേ ഉള്ളൂ. ടേസ്റ്റിന് മാറ്റമൊന്നും വരില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. ഓൾറെഡി നോക്കണം, നമ്മൾ ചെമ്മീനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പം സൂക്ഷിച്ച് വേണം ഉപ്പിടാൻ. അങ്ങനെ ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതായത് വാടുക എന്ന് പറയുമ്പം നല്ല ബ്രൗൺ കളറല്ല, കുറച്ചും കൂടി നന്നായിട്ട് വെന്ത് വരണം. എന്നിട്ട് അതിലോട്ട് കുനുകുനാന്നരിഞ്ഞ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി. ഇനി നമുക്ക് ഇതിലോട്ട് മസാലാസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ഇച്ചിരി ടേസ്റ്റിനായിട്ട് ഞാൻ ഇച്ചിരി ചിക്കൻ മസാല ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ കറിയിലും ചിക്കൻ മസാല ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇട്ടതായത്. പിന്നെ നന്നായിട്ട് ഇളക്കി നല്ലപോലെ മൂപ്പിക്കുക കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇളക്കുമ്പോൾ അടുത്ത ആരെങ്കിലും ചുമക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മുടെ മൂപ്പത്തി എന്നാണ് അർത്ഥം. ഇനി ഇതിലോട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള നല്ല പഴുത്ത തക്കാളിയും കൂടി കൊത്തി അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇളക്കി ഇത് വഴട്ടി നല്ലപോലെ വേവിക്കാം. എനിക്ക് അത്ര സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വരും. അങ്ങനെ നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ നല്ലപോലെ സ്മാഷായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിനി ഇതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ച് നമ്മുടെ കൊഞ്ചു കുട്ടന്മാരെയാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഇവന്മാർ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ തിന്നാൻ തോന്നി. പിന്നെ ഞാനത് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ വറുത്ത നമ്മുടെ കൊഞ്ചുകൂട്ടന്മാരെ എല്ലാത്തിനെയും നമ്മൾ ഈ ഗ്രേവിയല്ല റോസ്റ്റിലോട്ട് നമ്മൾ എടുത്തിട്ടു. മസാലയിലോട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിക്കോളുക. തല വിട്ടു പോകുമെന്ന് പേടിയൊന്നും വേണ്ട, അത് കുഴപ്പമൊന്നുമില്ല. തലയ്ക്കകത്തോട്ട് മസാല പിടിച്ചോളും. കൊഞ്ചിലെല്ലാം നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചു എന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ എടുത്ത ഗ്ലാസിൻ്റെ ഒരു പകുതി വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളവും കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് നമ്മുടെ മസാലയൊന്ന് കുറുകി വരും കേട്ടോ. ആ കുറുകി വരുന്നതിൻ്റെ അകത്ത് വേണം നമ്മുടെ ഈ സാധനം, അതായത് നമ്മുടെ കൊഞ്ചുകൂട്ടന്മാർ ഒരു 5 മിനിറ്റ് കിടന്നൊന്ന് ആവിയിൽ ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരാൻ.
അപ്പം ഞാൻ ഇതൊരു 5 മിനിറ്റത്തേക്ക് ഇനി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കുക, നന്നായിട്ട് ആ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലപോലെ അധികം വെള്ളമില്ലാതെ നല്ലപോലെ റോസ്റ്റായി വന്നതുണ്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ഗ്ലാസ്സിന് വരെ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എനിക്കധികം ഗ്രേവി ഇഷ്ടമല്ല, എനിക്ക് ഈ ഒരു പാകമാണ് ഇഷ്ടം. അങ്ങനെ ഇത്രയും നല്ല ടേസ്റ്റുള്ളൊരു കൊഞ്ചിൻ്റെ റെസിപ്പി എവിടെയും കിട്ടൂല. ലേശം അവസാനം ഇച്ചിരി പൊടിക്കൈയായിട്ട് ലേശം നല്ല പൊടിച്ച കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ സെറ്റായിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ അപ്പന്മാരൊക്കെ വെള്ളം അടിക്കുമ്പോൾ ലേശം അവർക്ക് ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. അടിപൊളി സാധനമാണ്. ഈ കൊഞ്ചിൻ്റെ കുറച്ച് ഗ്രേവി മതി കേട്ടോ. ഒരു കിണ്ണം ചോറല്ല, ഒരു കലം ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. എക്സ്പീരിയൻസ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒടുക്കത്തെ സ്മെല്ലായിരുന്നു ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ. നിങ്ങൾ ആ പീസ് ഒന്ന് നോക്കിയേ, എന്ത് ടേസ്റ്റായിരിക്കും എന്നറിയോ. അതിൻ്റെ ആ തലയൊക്കെ ഒന്നും പറയാനില്ല. നിങ്ങളിത് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം എൻ്റെ പാത്രത്തിലോട്ട് വിളമ്പി ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ കൊഞ്ച് റോസ്റ്റ് ഇപ്പം തിന്നുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഉണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റ് ദൈവമേ എന്ത് അടിപൊളിയാന്നറിയോ. ഈ ഒരൊറ്റ പീസ് കൊണ്ട് വേണമെങ്കിൽ ഒരു കാലം ചോറിന്. ഗ്രേവി എല്ലാം പിടിച്ച് നൈസായിട്ട് നമുക്ക് കേട്ടാ.